ഹായ്, ഇന്നത്തെ ഒരു പാവക്ക, അതായത് ഒരു കൈപ്പങ്ങ, ഇതിൻ്റെ ഒരു ഭാഗം പഴുത്തു പോയിട്ടുണ്ട്. ഇത് വെച്ചിട്ട് വളരെ വ്യത്യസ്തമായിട്ടുള്ള ഒരു അടിപൊളി ക്രാഫ്റ്റാണ് ഇന്ന് നമ്മൾ ചെയ്യുന്നത്. അപ്പോൾ അതെന്താ ചെയ്യുന്നത് നോക്കാം ഇന്നത്തെ വീഡിയോ നമുക്ക്. അപ്പോൾ അത് ആദ്യം നമ്മൾ എടുക്കുന്നത് കുറച്ച് ഇതേപോലുള്ള ചെറിയ കെട്ടുകമ്പികളാണ്. വണ്ണം കുറഞ്ഞ കെട്ടുകമ്പിയാണ് നമ്മൾ എടുക്കുന്നത്. അതിനുശേഷം നമ്മൾ ന്യൂസ് പേപ്പർ എടുക്കുന്നുണ്ട്. അപ്പോൾ അത് ന്യൂസ് പേപ്പർ നമ്മളൊന്ന് ഇതേപോലെ ചുരുട്ടി എടുക്കുന്നുണ്ട്. അപ്പോൾ ന്യൂസ് പേപ്പർ ചുരുട്ടി എടുത്ത ശേഷം ഈ കമ്പിയുടെ ഒരറ്റത്ത് നമ്മൾ ഇതേപോലെ കമ്പി മടക്കി അതിനുള്ളിൽ നമ്മൾ ഈ ന്യൂസ് പേപ്പർ വെച്ചതിന് ശേഷം ഈ കമ്പിയുടെ മുകളിൽ നമ്മൾ ഈ ന്യൂസ് പേപ്പർ ചുറ്റിയെടുക്കുന്നുണ്ട്. കമ്പിയുടെ മുകളിൽ ന്യൂസ് പേപ്പർ ചുറ്റിയെടുത്ത ശേഷം നമ്മൾ മാസ്കിംഗ് ടേപ്പ് ഉപയോഗിച്ചിട്ട് അതൊന്ന് നന്നായിട്ട് ഇതേപോലെ വരിഞ്ഞ് ചുറ്റി ഒട്ടിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അതൊരു പീസ് നമ്മൾ ഇതേപോലെ ചെയ്തെടുത്തു. ഇതേപോലെ ഒരു 4-5 പീസ് നമുക്ക് ചെയ്തെടുക്കണം. അപ്പോൾ കമ്പിയുടെ മുകളിൽ പേപ്പർ ചുറ്റിയത് നമ്മൾ കുറച്ച് പീസുകൾ ചെയ്തെടുത്തു. ഇനി നമ്മൾ എടുക്കുന്നത് വാൾപുട്ടിയാണ്. അപ്പോൾ വാൾപുട്ടി നമ്മൾ എടുത്തിട്ടുണ്ട്. കുറച്ച് ഒരു 500 ഗ്രാമാണ് നമ്മൾ എടുത്തത്. ഇനി നമുക്ക് ഇതിൻ്റെ മുകളിൽ നമുക്ക് വാൾപുട്ടിയിൽ ഇത് പൊതിഞ്ഞെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം നമ്മുടെ വാൾപുട്ടി ഒന്ന് കുഴച്ചെടുക്കണം വെള്ളം ചേർത്ത്. അപ്പോൾ അത് നമ്മൾ ചപ്പാത്തിക്കൊക്കെ മാവ് കുഴച്ചെടുക്കുന്ന അതേ പരുവത്തിലാണ് നമ്മൾ ഈ പുട്ടി കുഴച്ചെടുക്കുന്നത്. അപ്പോൾ പുട്ടി നമ്മൾ കുഴച്ചെടുത്തു. ഇത് നമ്മൾ ഇതേപോലെ ഒരു PVC പൈപ്പ് എടുത്തിട്ടുണ്ട്. ഇനി ചെറിയ ഉരുളകളാക്കി പുട്ടി എടുത്തതിന് ശേഷം നമ്മളതൊന്ന് പരത്തിയെടുത്തതിന് ശേഷം നമ്മൾ ചെയ്തെടുത്ത, അതായത് കമ്പിയുടെ മുകളിൽ നമ്മൾ പേപ്പർ ചുറ്റിയെടുത്ത അതിൻ്റെ മുകളിലൊക്കെ നമ്മളിത് നന്നായിട്ട് പുട്ടി കൊണ്ട് നമ്മൾ പൊതിഞ്ഞെടുക്കുന്നുണ്ട്. അപ്പോൾ ഇതേപോലെ പരത്തിയതിന് ശേഷമാണ് നമ്മളത് പൊതിഞ്ഞെടുക്കുന്നത്. അപ്പോൾ നമ്മുടെ പേപ്പർ പാവക്ക നമ്മളിതാ പുട്ടിയിൽ പൊതിഞ്ഞെടുത്തു. അതിനുശേഷം നമ്മുടെ ഒറിജിനൽ പാവക്ക എടുത്ത ശേഷം നമ്മൾ അതിൻ്റെ ആ സ്ട്രക്ചർ നമ്മൾ ഇതിൻ്റെ മുകളിൽ വരുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ മുകളിൽ മുഴുവനായിട്ടും എല്ലാ ഭാഗത്തും നമ്മൾ ഇതേപോലെ അമർത്തി കൊടുക്കുന്നുണ്ട് പാവക്ക കൊണ്ട്. അപ്പോൾ അത് അതേപോലെ നമ്മൾ ആ ഡിസൈനൊക്കെ വരുത്തിയ ശേഷം നമ്മൾ ഇതേപോലെ ഇത് തൂക്കി വെച്ചിട്ടുണ്ട്, ഹാങ്ങിങ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതിൻ്റെ എല്ലാ ഭാഗത്തും നമ്മൾ ഈ പാവക്ക ഉപയോഗിച്ച് അതിൻ്റെ സ്ട്രക്ചർ വരുത്തുന്നുണ്ട്. ഇതിന് മുകളിൽ ഈ സ്ട്രക്ചർ വരുത്തിയ ശേഷം നമ്മളിത് ഉണങ്ങാൻ വെക്കുന്നുണ്ട്. ഉണങ്ങിയ ശേഷമാണ് നമ്മൾ ബാക്കി ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാവക്ക ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിതാ കുറച്ച് പുട്ടി നേരത്തെ ചെയ്തതുപോലെ തന്നെ കുഴച്ചെടുത്തതിന് ശേഷം നമ്മൾ ചെറിയ
റോളുകളാക്കി, അതായത് ചെറിയ വളരെ വണ്ണം കുറഞ്ഞ റോളുകളാക്കി നമ്മൾ ഇതിന് മുകളിൽ ഫെവിക്കോൾ അപ്ലൈ ചെയ്ത് നമ്മൾ ഒട്ടിച്ചെടുക്കുന്നുണ്ട്. ആ പാവക്കയുടെ ആ മുകളിലേക്ക് പൊന്തി നിൽക്കുന്ന നാരുകൾ നമ്മൾ ഇതിൽ വരുത്തുന്നുണ്ട്, ക്രിയേറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമ്മുടെ പാവക്കകളൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഉണങ്ങിയതിന് ശേഷം നമുക്കിത് കളർ ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ പാവക്കകൾ നമ്മൾ ഉണങ്ങാൻ വെച്ചിട്ടുണ്ട്. അതിന് മുൻപായിട്ട് നമുക്ക് കുറച്ച് ലീഫുകൾ ചെയ്തെടുക്കണം. അതിന് വേണ്ടിയിട്ട് നമ്മളിതാ പഴയ ഫ്ലെക്സ് ഷീറ്റിൽ നിന്ന് ചെറിയ പീസുകൾ കട്ട് ചെയ്ത് അതിൽ നിന്ന് നമ്മൾ ലീഫുകൾ കട്ട് ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ ലീഫുകൾക്കും നമുക്ക് കളർ ചെയ്തെടുക്കണം. അപ്പോൾ ആദ്യം നമ്മൾ ഫ്ലെക്സ് ഷീറ്റിൽ നിന്ന് ലീഫുകൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോൾ അത് ലീഫ് നമ്മൾ കട്ട് ചെയ്തെടുത്തു. അതിനുശേഷം ഇതേപോലെ നമ്മൾ ചെറിയ കമ്പി അതിൻ്റെ അടിഭാഗത്ത് വെച്ച ശേഷം നമ്മൾ സെല്ലോ ടാപ്പ് വെച്ചിട്ട് അത് ഒട്ടിച്ചെടുക്കുന്നുണ്ട് ഇതേപോലെ. അപ്പോൾ അതാ നമ്മുടെ ലീഫ് റെഡി ആയിട്ടുണ്ട്. ഇതേപോലെ കുറച്ച് ലീഫുകൾ നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കണം. അതിനുശേഷം നമുക്കത് കളർ ചെയ്തെടുക്കണം. നമ്മുടെ പാവക്കകളൊക്കെ നന്നായിട്ട് ഉണങ്ങിയിട്ടുണ്ട്. ഇനി നമ്മളിത് കളർ ചെയ്തെടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ നമ്മുടെ പാവക്ക ആദ്യം നമ്മളൊരു ഗ്രീൻ കളർ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ മുകളിൽ ഡാർക്ക് ഗ്രീൻ ടച്ച് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ കൈപ്പങ്ങ അഥവാ പാവക്ക റെഡി ആയിട്ടുണ്ട്. അതേപോലെ നമ്മുടെ ലീഫുകളൊക്കെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതൊരു വിദേശ ഇനമാണ്, ചൈനയിൽ നിന്ന് വന്ന ഒരു ഇനമാണ്. അപ്പോൾ നമ്മളിവിടെ അത് സെറ്റ് ചെയ്യാൻ പോവാണ്. ചുമരിൽ നമ്മൾ 3 ആണികൾ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ മുകളിൽ നമ്മളൊരു വള്ളി, അതായത് നമ്മൾ ആ പാവക്കൊക്കെ ഉപയോഗിച്ച ആ കമ്പി നമ്മൾ ചുറ്റി ഒരു വള്ളി നമ്മൾ ക്രിയേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതൊക്കെ ഈ ലീഫുകളും അതേപോലെ തന്നെ നമ്മുടെ പാവക്ക ഇതിൽ സെറ്റ് ചെയ്തെടുക്കണം. അപ്പോൾ നമ്മുടെ ലീഫുകൾ സെറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ പാവക്ക ഇതിൽ സെറ്റ് ചെയ്ത്
അപ്പോൾ വളരെ വ്യത്യസ്തമായിട്ടുള്ള നമ്മുടെ ഈ പാവക്ക ക്രാഫ്റ്റും അതേപോലെ തന്നെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായെന്ന് കരുതുന്നു. അപ്പോൾ നമ്മുടെ വീഡിയോ മറ്റുള്ളവരിലേക്കൊക്കെ ഷെയർ എത്തിക്കുക, അതേപോലെ ലൈക്ക് തരിക, അഭിപ്രായങ്ങളൊക്കെ അറിയിക്കുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വ്യത്യസ്തമായ വീഡിയോയുമായി വീണ്ടും കാണുന്നത് വരെ സ്നേഹത്തോടെ ബൈ ബൈ.